നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് ഒരു കറക്റ്റ് പാതയിലാണോ ആ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത്? നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ചൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ? ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട്. നിങ്ങളായിട്ട് റെസൊനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊനേറ്റ് ആവാനും തുടങ്ങുന്നതാണ്. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്ന്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിനെക്കുറിച്ച്, അത് റിലേഷൻഷിപ്പ് ആവട്ടെ, കരിയർ ആവട്ടെ, എന്ത് തന്നെ ആവട്ടെ, നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസ് എന്ത് തന്നെ ആവട്ടെ, അതിനെപ്പറ്റി വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണം, വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നത്തിനുള്ള പരിഹാരവും പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് ഗൈഡൻസും തരും. പിന്നെ നിങ്ങൾക്ക് റിച്വൽസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണൽ റിച്വൽസും തയ്യാറാക്കി നൽകുന്നതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാൻ. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ നൈറ്റ് ഓഫ് വാൻസ്, ദ 7 ഓഫ് സോർഡ്സ്, ദ 9 ഓഫ് സോർഡ്സ്, 3 ഓഫ് കപ്സ്, 5 ഓഫ് സോർഡ്സ്, 4 ഓഫ് കപ്സ്, 2 ഓഫ് സോർഡ്സ്, ദ ഹെയർ ഓഫ് ഫെൻറ്റ്, 4 ഓഫ് വാൻസ്, ദ കിങ് ഓഫ് കപ്സ്, 5 of wands, the world card, the star card, 2 of pentacles, 10 of swords. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ദ ചാരിയറ്റ് ആണ്. ഈ ഒരു റീഡിങ്ങിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് പോകുന്നത്, അതായത് ഇത് എവിടെ ചെന്ന് അവസാനിക്കും, നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണയില്ലാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, അത് നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് എഫേർട്ട് എടുത്തിട്ടും പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾ മാത്രമായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥത ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ശരിക്കും ടോർച്ചർ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിരന്തരം വഴക്കിടുന്നുണ്ടാവാം. ആ ഒരു വ്യക്തിയുടെ പ്രവർത്തികൾ നിങ്ങൾക്ക് നിരന്തരം വേദന ഉണ്ടാക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആവാൻ തയ്യാറല്ല. നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ മാക്സിമം എഫേർട്ട് നിങ്ങൾ എടുക്കും. ഏതറ്റം വരെയും പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി മിക്കപ്പോഴും നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം, ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് ആ ഒരു വ്യക്തി മൂവ് ഓൺ ആവാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആ ഒരു വ്യക്തി പോവുകയാണ്, നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങളെ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് നോ കോണ്ടാക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളാണ് ഈ ഒരു വ്യക്തിയുടെ പിന്നാലെ ചേസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തീരെ ഒരു വില തരാത്തൊരവസ്ഥയായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു. കാരണം അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു സ്നേഹം കാണുന്നില്ല. അവർ നിങ്ങളെ നല്ല രീതിയിൽ ചീറ്റ് ചെയ്യുന്നു. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ തവണയും നിങ്ങൾ അവരെ ഒന്ന് മീറ്റ് ചെയ്യുമ്പോൾ, ഒന്ന് പരസ്പരം നേരിട്ട് കാണുമ്പോഴാണെങ്കിലും, അവരെ ഒന്ന് കോൾ ചെയ്യുമ്പോഴോ മെസ്സേജ് അയക്കുമ്പോഴോ ആണെങ്കിൽ തന്നെയും നിങ്ങൾക്കിവിടെ വളരെ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ അവർ പെരുമാറുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്കൊരു ഉറക്കമില്ല, സ്വസ്ഥതയില്ല. നിങ്ങളുടെ സ്വസ്ഥത നശിച്ചു, നിങ്ങളുടെ സന്തോഷം നശിച്ചു. ഇനി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല. ഓരോ ദിവസവും നിങ്ങൾ ഇതുപോലെയാണ് ഇങ്ങനെ നിങ്ങൾ കഴിച്ചു കൂട്ടുന്നത്. നിങ്ങൾ ഓരോ ദിവസവും കിടന്ന് ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരാത്തത് ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾ ഉറങ്ങുവാണെങ്കിൽ തന്നെയും നിങ്ങൾ നാളത്തെ ദിവസം നല്ലതാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നത്. പക്ഷേ എപ്പോഴും നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി കടന്നു വന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി ആരുമാകാം. ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം പ്രണയിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് കടന്നു വന്നിരിക്കുന്ന ഒന്നുകിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ
നിങ്ങളുടെ മദർ ഇൻ ലോ ആവാം, അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോ ആവാം. ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ ശരിക്കും ടോർച്ചർ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷം ഇല്ലാണ്ടാക്കിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ തമ്മിൽ പിരിച്ചതേ ഇവരായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ പലതവണ ഈ ഒരു തേർഡ് പാർട്ടിയെ പറ്റിയിട്ട് കുറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തും പറഞ്ഞതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. മിക്ക ദിവസങ്ങളിലും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാനുള്ള റീസൺ തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് കുറ്റങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് എന്താണോ പറഞ്ഞു കൊടുത്തത് ആ ഒരു കാര്യം പിടിച്ചുകൊണ്ടായിരുന്നു നിരന്തരം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പേഴ്സൺ വഴക്കിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ജെന്യുവനായിട്ടാണ് നിന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാനിരുന്ന വ്യക്തികളാണെങ്കിൽ ഈ ഒരു കല്യാണത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ പേരൻസ് ഇവരാരും സമ്മതിച്ചിട്ടുണ്ടാവത്തില്ല. ഒരുപാട് പേര് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിര് നിന്നിട്ടുണ്ടാവാം. ഫ്രണ്ട്സ് ഉൾപ്പെടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിര് നിന്നിട്ടുണ്ടാവാം. ആരോ ഒരാൾ നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പ് തുടർന്ന് പോകരുത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറണം എന്നുള്ള കാര്യം പറഞ്ഞ് നിങ്ങളെ ഉപദേശിച്ചതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് നല്ല രീതിയിൽ പ്രായം ചെന്ന ഒരാൾ, നിങ്ങൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ നിന്നിട്ടുണ്ട്. ലാസ്റ്റ് ആര് പറയുന്നത് കേൾക്കണം. നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ വന്ന് നിങ്ങളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, നിങ്ങളുടെ പേരൻസ് പറയുന്നത് കേൾക്കണോ, അതോ നിങ്ങളുടെ വ്യക്തിയോടുള്ള സ്നേഹമാണോ ഏറ്റവും കൂടുതൽ വലുത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തത് നിങ്ങളുടെ വ്യക്തി എന്ന് തന്നെയാണ് നിങ്ങൾ ചൂസ് ചെയ്തത്. ഇവിടെ ശരിക്കും നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നിങ്ങളുടെ വേദന, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ഈ ഒരു അവസ്ഥ യൂണിവേഴ്സ് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ആ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ച് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, നിങ്ങളെ ആ വ്യക്തി ചീറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു തേർഡ് പേഴ്സൺ പറയുന്നത് കേട്ട് നിങ്ങളെ ശാരീരികമായിട്ട് മാനസികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതെല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് ഒരു സന്തോഷം മാറ്റിവെച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾക്കതിപ്പോൾ കാണാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സയൻസ് പോലും തന്നെ, ഒരു സിംറ്റംസോ അങ്ങനെ ഒരു സയൻസ് പോലും നിങ്ങളുടെ കൺമുന്നിൽ അത് വരാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സന്തോഷം, നിങ്ങളിപ്പോഴെല്ലാം അനുഭവിക്കുന്ന ഈ ഒരു ദുഃഖത്തിന് ഉള്ള ജീവിതകാലം മുഴുവനും സന്തോഷിക്കേണ്ട ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ശരിക്കും ഒരു പാവയെ പോലെ പന്താടിയെന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരു പാവ കളിപ്പിക്കുന്നത് പോലെ നിങ്ങളെ ശരിക്കും ഇട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ചിട്ട് പ്ലേ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ശാരീരികമായിട്ട് നല്ലോണം ഉപദ്രവിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പല തവണയും നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ ടോർച്ചർ സഹിക്കാൻ പറ്റാതെ, ഇവർ വഴക്കുണ്ടാക്കുന്നത് സഹിക്കാൻ പറ്റാതെ, ഇവരുടെ ശാരീരിക ഉപദ്രവം സഹിക്കാൻ പറ്റാതെ നിങ്ങൾ ആത്മഹത്യക്ക് ശ്രമിച്ചതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ജീവിതം മടുത്ത് എന്നുള്ളൊരു അവസ്ഥയാണ്. നിങ്ങളെപ്പോഴും മിണ്ടാണ്ടിരിക്കും, നിങ്ങളെപ്പോഴും ഒരു പൂച്ചയെ പോലെ മിണ്ടാണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ വ്യക്തി ഉണ്ടല്ലോ ശരിക്കും നിങ്ങളെ പ്രവോക്ക് ചെയ്ത് നിങ്ങളുടെ നാവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കണം എന്നുള്ളൊരു രീതി വെച്ചിട്ട് അവർ നിങ്ങളെ പ്രവോക്ക് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പം നിങ്ങൾ കല്യാണം കഴിച്ച വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻലോസ്, അത് മദർ ഇൻ ലോ ആവാം, സിസ്റ്റർ ഇൻ ലോ ആവാം, ബ്രദർ ഇൻ ലോ ആരും ആവാം, നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഇവരെല്ലാം ചേർന്നിട്ട് നിങ്ങളെ ടോർച്ചർ ചെയ്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അത് ഒരു പക്ഷേ സ്ത്രീധന പീഡനത്തിനാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരു ആദ്യകാലങ്ങളിലൊക്കെ ഒരുപാട് സ്നേഹിച്ചതിൻ്റെ പേരിലാവാം. നിങ്ങളെ ഈ ആ ഒരു കുടുംബത്തിൽ നിന്ന് നിങ്ങളെ അകറ്റണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടിയാവാം. നിങ്ങളുടെ സ്വർണം ഇതെല്ലാം തട്ടിയെടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പണം എല്ലാം തട്ടിയെടുക്കണം, നിങ്ങളെ ഇനി അവിടെ ആവശ്യമില്ല എന്നുള്ളൊരു പേരിലാവാം. നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലെല്ലാം ആവാം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ശരിക്കും ഇങ്ങനെ ചേർത്ത് പിടിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വ്യക്തിയും അവരുടെ വീട്ടുകാരും ആവട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവട്ടെ, നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പേഴ്സണും ചേർന്ന് നിങ്ങളെ നിരന്തരമായിട്ട് ടോർച്ചർ ചെയ്യുമ്പോഴും
നിങ്ങളെ ഉപദ്രവിക്കുമ്പോഴും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ വിട്ടുകളയാൻ നിങ്ങൾക്കൊട്ടും താല്പര്യമില്ല. കാരണം നിങ്ങൾ അത്രയേറെ സ്നേഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളാണ് ഈ ഒരു വ്യക്തിയുടെ പിന്നാലെ പോകുന്നത്. അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട്, നിങ്ങളെ വേണ്ട എന്ന് നിരന്തരമായിട്ട് പറഞ്ഞിട്ടും നിങ്ങൾ അവരെ വിടുന്നില്ല. നിങ്ങൾ അവരുടെ പിന്നാലെ പോയിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം ഈ ഒരു വ്യക്തിയെ മുറുകെ പിടിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിപ്പോഴും പ്രതീക്ഷ കൈവിടാത്ത ഒരവസ്ഥയിലാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്നുള്ള രീതിയാണ്. പക്ഷെ ഓരോ ദിവസവും നിങ്ങൾ വേദന അനുഭവിക്കുന്നു, കരയുന്നു. നിങ്ങളുടെ ഒരു റുട്ടീൻ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടല്ല പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണ്, നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിലെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ കരിയറിലെ എല്ലാം ബാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹെൽത്തിനെ അത് വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു സ്റ്റേജിൽ നിങ്ങൾ ആലോചിക്കുന്നത് ഉറങ്ങാനുള്ള ഒരു മരുന്നെങ്കിലും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. നിങ്ങൾക്കൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്ട്രെസ്സ് താങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊന്ന് ഉറങ്ങിയാൽ മതി, ഇതെല്ലാം മറന്നൊന്ന് ഉറങ്ങണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് വല്ലാത്തൊരു മോശ സാഹചര്യമാണ്. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും നിങ്ങൾ എന്തോ ഒരു പ്രതീക്ഷയിലാണ് ഇവിടെ ജീവിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്. നിങ്ങളിവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം ഇവിടുത്തെ ഈ ഒരു സ്പ്രെഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയേറെ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തോ ഒരു പ്രതീക്ഷയിലാണ്. ആ ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടാവാനുള്ള കാരണം തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഒരിക്കലും ചതിച്ചിട്ടില്ല. ഒരു രീതിയിലും തെറ്റ് നിങ്ങളുടെ ഭാഗത്തില്ല. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ടാണ് പല കാരണങ്ങളും ഉണ്ടാക്കിയത്. ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു വ്യക്തിയെ ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പം നിങ്ങൾ എത്രത്തോളം ചേസ് ചെയ്യുന്നുണ്ടോ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കും. ഒരു പക്ഷേ ഇപ്പം നിങ്ങളുടെ കോൾസ് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുകയില്ല. ഇപ്പോൾ മെസ്സേജ് വാട്സപ്പിലാണെങ്കിലും മെസ്സേജ് ഒന്നും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുകയില്ല. നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്തോറും നിങ്ങൾക്ക് അവരെ ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഇവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കോൾസിലോ മെസ്സേജിലോ വല്ലതും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴുണ്ടായതിനേക്കാൾ വളരെ വലിയൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും. അങ്ങനൊരു സ്റ്റേജ് ചിലപ്പം നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്നതായിരിക്കുകയില്ല. നിങ്ങൾക്കൊരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം പോലും നിങ്ങൾ ചിലപ്പോൾ തേടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെ തന്നെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാണ് എന്നുള്ള കാര്യം അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. നിങ്ങൾ ആ ഒരു വ്യക്തിയെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തേക്കുക. ഇവിടെ നേരത്തെ യൂണിവേഴ്സ് പറഞ്ഞല്ലോ, നിങ്ങൾ ഒരുപാട് നശിച്ച് തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഒരുപാട് എഫേർട്ടിൻ്റെ ഫലമാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നത് തന്നെ. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സാമ്പത്തികം കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ഓൾമോസ്റ്റ് ആ ഒരു വ്യക്തി ചീറ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ചത്. പക്ഷേ ഇവിടെ നിങ്ങൾ നശിച്ചിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ അറിയുന്നുണ്ട്. യൂണിവേഴ്സ് ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾക്കായിട്ട് ഒരു സന്തോഷം ഇവിടെ യൂണിവേഴ്സ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളിവിടെ സമാധാനത്തിൽ ഇരിക്കുക. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ചെയ്യാനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ അവിടെ തകരാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാവുകയില്ല. നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നതിൽ നിന്നും പിന്മാറുന്നതായിരിക്കും. കാരണം ഇതിനകത്ത് യൂണിവേഴ്സ് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും വീക്കാവുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നത് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ പോലും അവർ ചിലപ്പോൾ വിചാരിക്കും, ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ അവോയ്ഡ് ചെയ്യും, നിങ്ങളിനി അവരുടെ പിന്നാലെ പോകത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ഇതാണ്. അവരിതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെയും
നിങ്ങളുടെ ഈ ഒരു സെൽഫ് കെയർ അല്ലെങ്കിൽ ഇവരെ ചേസ് ചെയ്യുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ സെൽഫ് കെയർ ചെയ്ത് അവരെ ചേസ് ചെയ്യുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ മാനസികമായിട്ട് തകരും, അവരുടെ കോൺഫിഡൻസ് ഇല്ലാണ്ടാവും, അവരുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങും. അവരെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തന്നെയും ഇതവരെ വല്ലാണ്ട് തകർക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിവിടെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ തീരുമാനം, നിങ്ങൾ ഉറച്ചൊരു തീരുമാനം എടുക്കുക. ഇനി ആരുടെയും മുമ്പിൽ താന്നു കൊടുക്കില്ല. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളത്. കാരണം അവരുടെ കൂടെ അല്ല ഇവിടെ യൂണിവേഴ്സ് സപ്പോർട്ടായിട്ടുള്ളത്, നിങ്ങളുടെ കൂടെയാണ്. അപ്പം നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് സപ്പോർട്ടായിട്ടുള്ളപ്പോൾ നിങ്ങൾ ഒന്നിനെയും പേടിക്കേണ്ടതില്ല, ടെൻഷൻ അടിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഈശ്വരൻ പോലും കൂട്ടില്ല. അവരുടെ നാശമാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങളെ ഇട്ട് ടോർച്ചർ ചെയ്തതിന് അവരുടെ കൂടെ നിന്നും നിങ്ങളെ ഇട്ട് ടോർച്ചർ ചെയ്ത ഈ ഒരു തേർഡ് പേഴ്സണിനും ഒക്കെ വരാൻ പോകുന്നത് നാശമാണ് എന്ന് തന്നെ ആണിവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. അവർക്ക് ഒന്നുകിൽ ശാരീരികമായിട്ട് അവരുടെ അസുഖങ്ങൾ ബാധിച്ച് അവർ നശിച്ചു പോവും, അല്ലെങ്കിൽ യൂണിവേഴ്സ് ആരെയും ദ്രോഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ ഒരു തേർഡ് പേഴ്സണിനെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും. അവരുടെ അഹങ്കാരവും നശിച്ച്, അവരുടെ സൗന്ദര്യം നശിച്ച്, അവരുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം നശിച്ച്, ഒന്ന് എഴുന്നേക്കാൻ പോലും പറ്റാതെ, മറ്റുള്ളവർക്ക് എതിരെ നാവ് പോലും ചലിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് ഈശ്വരൻ അവരെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ കണ്ണീര് അത്രയ്ക്ക് നിങ്ങളുടെ കണ്ണീര് ഈശ്വരൻ അത്രയ്ക്ക് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ന്യായമായിട്ടുള്ള ആ ഒരു നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ സത്യമാണ്. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് റീസൺസ് ഉണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഭാഗത്തുള്ള ഈ ഒരു ന്യായം അത് ഈശ്വരൻ നിങ്ങൾക്ക് നടത്തി തരുന്നതാണ്. നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോവുക എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം അനുഭവിക്കുന്നവരാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ദാമ്പത്യ ജീവിതത്തിലെ കലഹം, ബ്ലാക്ക് മാജിക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മണി ബ്ലോക്കേജ്, കരിയറിൽ പ്രശ്നം അനുഭവിക്കുന്ന ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ പ്രശ്നം അനുഭവിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കണം. അപ്പോൾ അതിനകത്ത് എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നമെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത് ബ്ലാക്ക് മാജിക്ക് മൂലമാണോ അതോ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും അതിനകത്തുണ്ടോ? അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനൊരു പരിഹാരവും പറഞ്ഞു തരാൻ സാധിക്കും. ആ ഒരു പോർഷൻ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനും സാധിക്കുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.